ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്തായിരുന്നു. ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് നമ്മൾ മൂന്നാർക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതേ മൊത്തം റോഡിന് വീതി കൂട്ടുന്നതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അപ്പം നമ്മൾ വൈകുന്നേരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മളൊരു 4-5 മണിക്കാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 6:30 മണിയോടുകൂടി 6:muക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം മൂന്നാർ എത്തി. പിന്നെ മൂന്നാർ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒത്തിരി നേരമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ജസ്റ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിർത്തിയതാണ്. അപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു, പിന്നെ നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഇവിടുത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ മൂന്നാർ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം തണുപ്പത്തൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചായക്കടയിൽ കയറി 4 കട്ടൻ കാപ്പി ഓർഡർ ചെയ്തു. പിന്നെ പിള്ളേർക്ക് കുഞ്ഞു ഒരു ഗോലി സോഡയും ഒരു പോപ്കോണും മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. മൂന്നാർക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു മുട്ട ഓംപ്ലേറ്റ് മസ്റ്റാണ്. എന്തായാലും ഞാൻ കഴിക്കും. എന്നെപ്പോലെ നിങ്ങളും മുട്ട ഓംപ്ലേറ്റ് കഴിക്കുന്ന ആൾക്കാരാണോ എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിള്ളേർ പിന്നെ പൈസയും കൂടും. അവർക്ക് ഓരോ നൂഡിൽസ് മേടിച്ചു. അപ്പോൾ അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒരെണ്ണം മേടിച്ചോളൂ, കാരണം ഇനി ഫുഡ് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചില്ല. അപ്പോൾ അതിന് വേണ്ടി രണ്ടുപേരും മെഴുക്കുണ്ടാക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളൊരു 7 മണിയോടുകൂടി അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. ഇരുട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പുറകെ വേറെ വണ്ടിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഈ സമയമായതുകൊണ്ട് അത് തോന്നുന്നു ആരുമില്ല. നിങ്ങളും ഇതുപോലെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വട്ടം ഒരു മൃഗം ചാടി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പൂച്ചയല്ല, പൂച്ചേനെ കൈ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, മേത്ത് നിറച്ച് പുള്ളിയുണ്ട്. പുലീനെ പോലെ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്കറിയാം. ഒരു ചാട്ടത്തിന് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി, അടുത്ത ചാട്ടത്തിന് അത് ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ടും ഇറങ്ങിപ്പോയി. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായില്ല. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അമാന്തിച്ച് നിന്ന് പോകണോ വേണ്ടിയോ, മൂന്നാർ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തായാലും വേണ്ടിയില്ല, രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ വട്ടവടയ്ക്ക് പോയി. അപ്പോൾ ഞങ്ങളവിടെ സ്ഥിരം എടുക്കുന്ന റൂമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റൂം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എന്തായി, റൂം കിട്ടിയോ, ഞങ്ങളെവിടെ സ്റ്റേ ചെയ്തേ, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോ കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.